ഈ സമാധിയുടെ അടുത്ത ഒരു 2 വർഷം, 3 വർഷം, 5 വർഷം എങ്ങനെയാണ് സാർ അത് ഈ ഇവിടെ ശക്തി വർദ്ധിപ്പിക്കാൻ പൂജകളോ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. കാരണം ഈ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾക്ക് ശക്തി കൊടുത്ത് ശക്തി വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് സമ്പ്രദായം. നമ്മൾ തന്നെ അതുകൊണ്ടാണ് തന്ത്രികൾ പ്രതിഷ്ഠാ ദിന സമയത്ത് ധാരാളം ജനവും വന്നിരിക്കണമെന്ന് പറയുന്നത്. കാരണം എല്ലാവരുടെയും സങ്കല്പ ശക്തിയാണ് അവിടെ. വിഗ്രഹത്തിലേക്ക് ശക്തി കൊടുത്ത് വിഗ്രഹത്തിൽ തിരികെ വാങ്ങിക്കൊണ്ട് പോകുന്ന സമ്പ്രദായം, എനർജി ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്. ഇതിപ്പോ ഇവിടെ സമ്പൂർണ്ണ ശക്തിയോടുകൂടി ഇരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് വയ്ക്കുന്നത്. പിന്നെ അവിടുത്തെ ശക്തിവിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തെ ആരാധന. പിന്നെ ഞാൻ തന്നെ ഈ 17 വയസ്സ് മുതൽ ധ്യാനം ചെയ്യുന്നു. ചില ദിവസങ്ങളിൽ നിലാവുള്ള രാത്രിയിൽ അതിന്റെ മുമ്പിലേക്ക് വന്ന് വായിട്ടിരുന്ന് ധ്യാനം ചെയ്യുന്ന ഒരു സ്വഭാവവും ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്യും. നിലാവുള്ള രാത്രിയിൽ അങ്ങനെ ആരോ പറഞ്ഞെന്ന പോലെ ഒരു തോന്നൽ വന്നിരിക്കും. ഇതുപോലെ മുൻഗാമികൾ എത്രയോ പേര് എന്തെല്ലാം ചെയ്തിട്ട് പോയിരിക്കുന്ന ആളുകളാണ്. ഒരു 3 തലമുറയ്ക്ക് മുമ്പുള്ളവരെ, അച്ഛൻ മംഗലം ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അച്ഛൻ റേഡിയോയിൽ സുഭാഷിതവും മംഗളത്തിൽ ഗൃഹവൈദ്യവും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. ആദ്യ കാലത്തെ അച്ഛൻ 27 വയസ്സ് വരെ കഥാപ്രസംഗം പറഞ്ഞിരുന്ന ആൾ. 75 വേദിയിൽ കഥാപ്രസംഗം പറഞ്ഞു. അക്കാലത്ത് അതുകൊണ്ട് ജീവിതമാർഗം ശരിയാവുകയില്ല എന്ന് കണ്ടപ്പോഴച്ഛന് അവസാനം പറഞ്ഞിരുന്നത് സുൽത്താൻ ബത്തേരിയിലാണ്. അതിന്റെ രേഖകളെല്ലാം വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തിരുനെല്ലൂർ കരുണാകരന്റെ റാണി എന്ന കഥയാണ് അച്ഛൻ കൂടുതൽ പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്തെ ജനാധിപത്യ തിരഞ്ഞെടുപ്പിൽ അന്ന് സ്ഥാനാർത്ഥിയായി നിന്ന ചെറിയ വോട്ടിനാണ് തോറ്റുപോയിട്ടുള്ളതൊക്കെ. അങ്ങനെ അച്ഛനൊരു മഹാനായ മനുഷ്യനായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോഴും എൻ്റെ വരവോടുകൂടി ഞാനിപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ശ്രമമല്ല, എങ്ങനെയൊക്കെ അതങ്ങ് നടക്കുകയാണ്. അത് എന്തോ ഒരു ഉൾവിളി പോലെ ഓരോ കാര്യങ്ങളും നടക്കുകയാണ്. ഞാനിങ്ങനെ ധ്യാനം ചെയ്യുക, യോഗ ചെയ്യുക, എഴുതിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ ജ്യോതിഷത്തിന് ആളുകൾ വരുന്നെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ആണെങ്കിൽ അത് ചെയ്യുക. ഇത് മാത്രമാണ് എൻ്റെ ഒരു രീതി. പിന്നല്ലാതെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും കൃഷി, അയ്യത്ത് ഇറങ്ങി എന്തെങ്കിലും ചെയ്താലായി. പിന്നെ പ്രഭാഷണങ്ങൾക്ക് വിളിച്ചാൽ പോവും. താരതമ്യേന ഇപ്പോൾ പണ്ടത്തെക്കാളൊക്കെ പ്രഭാഷണങ്ങൾ കുറവാണ് താനും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ യോഗയും ധ്യാനവും എഴുത്തുമാണ് ഞാൻ മുഖ്യമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നത്.